കിടന്നാരും നോക്കാതെ വീഴ്ച കാർക്കൂട്ടാളികളും വിട്ടോടിപ്പോ കർത്താവനെ സന്ദർശിപ്പാനാ എഴുന്നള്ളി ശീഘ്രമെണീറ്റാക്കട്ടിലുമേന്തി സന്തോഷ താൽഗേഹം ചേർന്നാൻ ദൈന്യത കണ്ടു സുഖം നൽകിയ നാഥൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഷാർജ സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നോമ്പ് കാല ചിന്തകളിലേക്ക് ക്രിസ്തുവിൽ ഏവർക്കും സ്വാഗതം. ഇന്ന് വലിയ നോയമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ച, മശറിയോ ഞായർ. പക്ഷവാത രോഗിയെ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വേദഭാഗം. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നു പറഞ്ഞു. ഒരു കട്ടിൽ കിടക്കുന്ന മനുഷ്യനിലാണ് തുടക്കം. അവൻ കട്ടിൽ ചുമന്നുകൊണ്ട് മടങ്ങുന്നതാണ് ഒടുക്കം. 4 പേർ താങ്ങിയെടുത്ത് പക്ഷവാത രോഗിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുകയാണ്. തളർവാദ രോഗിക്ക് പാപക്ഷമയും രോഗസൗഖ്യവും ലഭിപ്പാൻ ഉപകരണങ്ങൾ ആയിത്തീർന്ന ഈ 4 മനുഷ്യപുത്രന്മാർ നമ്മുടെ ജീവിതത്തെ ഇന്ന് സ്വാധീനിക്കേണ്ടത് ഉണ്ട്. അവരുടെ സമയത്തിൽ നിന്ന് ഒരു പങ്ക് അവശത പൂണ്ട സഹോദരനായി അവർ മാറ്റിവെക്കുകയാണ്. തങ്ങളുടെ സുവിശേഷ കേൾവി ബലഹീനായ തങ്ങളുടെ സഹയാത്രികനൊപ്പം മതിയെന്ന് അവർ തീരുമാനിക്കുകയാണ്. യേശുവിൻ്റെ അടുക്കലേക്കുള്ള തങ്ങളുടെ യാത്ര സഹോദരനോടൊപ്പമുള്ള അനുയാത്രയായി മാറുകയാണ്. തങ്ങൾക്കൊപ്പം നടന്ന് എത്താൻ കഴിയാത്ത അയാൾക്കു വേണ്ടി അവർ അവരുടെ വേഗം കുറയ്ക്കുക മാത്രമല്ല, അധിക ഭാരം താങ്ങാൻ അവർ തയ്യാറാകുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ മൂലം എത്ര പേർക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്? നമുക്കുള്ളതിൻ്റെ ഒരു പങ്ക് നൽകാൻ എത്ര പേർക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്? മനുഷ്യ മനസ്സുകളിൽ ഇടമില്ലാതെ വരുന്നു എന്നതാണ് ഇന്നിൻ്റെ പ്രതിസന്ധി. കൂടെയുള്ളവരുടെ മനസ്സിൽ ഇടമില്ലാതെ പോകുന്നതിൻ്റെ വേദന എത്ര വലുതാണ്. ഈ നോമ്പുകാലം നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും കഴിവുകളും അപരൻ്റെ നന്മയ്ക്കായി, അവരുടെ സൗഖ്യത്തിനായി നമുക്ക് പങ്കിടാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന നോമ്പ് അതാകുന്നു ദൈവഹിതപ്രകാരമുള്ള ഉപവാസം എന്ന് പറയുന്നത്. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.